ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ പുതിയ വിശേഷം എന്താണെന്ന് അറിഞ്ഞാലോ? നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്ത് തരാം. അങ്ങനെ നമ്മുടെ സുഭാഷിന്റെ വിവാഹ നിശ്ചയമൊക്കെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലളിതയും ഗംഗാധരനും സുനന്ദയും ഒക്കെ എല്ലാരും വരാന്നൊക്കെ ഏർപ്പാടായി എല്ലാം സെറ്റാക്കി. അപ്പൊ നമ്മുടെ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷ്, ഇപ്പൊ ആള് കൂടുതലാണെന്ന് തോന്നുന്നല്ലോ, നമുക്ക് ഒരു വണ്ടിക്ക് ഇനിയിപ്പോ എന്താ ചെയ്യണേ? അപ്പോഴേക്കും നമ്മുടെ സുധീഷ് പറഞ്ഞു, വണ്ടിയുടെ കാര്യം ഓർത്തൊന്നും സുഭാഷ് ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഈ സുധീഷ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നീതു വരെയാണ്. അപ്പൊ ഹരീഷ് നോക്കുമ്പോ ദേ പറഞ്ഞു, അല്ല ഇവളെന്താ ഇങ്ങോട്ട്? ഹരീഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പം നീതു നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടാണ് വരുന്നത്. അപ്പൊ വന്ന് നേരെ അകത്ത് കയറി പോവാണ്. അപ്പോഴേക്കും നമ്മുടെ നിധി നല്ല അടിപൊളിയായിട്ട് സാരി കൊടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നീതു അകത്തോട്ട് ചെന്നിട്ട് പറഞ്ഞു, നിധിയേട്ടത്തി കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടോ, ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. ഇത് കേട്ടപ്പോഴേക്കും നിധി പറഞ്ഞു, താങ്ക് യു നീതു എന്ന് പറഞ്ഞു. അല്ല അപ്പൊ ഹരീഷ് ചോദിച്ചു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് കൊള്ളാം, ഞാൻ സുഭാഷ് ഏട്ടന്റെ നിശ്ചയത്തിന് പോകാനായിട്ട് വന്നത്. അയ്യോ, നീ എന്തിനാ വന്നത്? നീ ഒന്ന് വീട്ടിലേക്ക് പോയേ. നീ ആരെന്നും പറഞ്ഞ അവരെ മുമ്പിൽ പരിചയപ്പെടുത്തണേ. അപ്പൊ നമ്മുടെ നിധി പറഞ്ഞു, ഹരീഷേ, അവൾ എന്തായാലും ഒരുങ്ങി വന്നേല, അവള് വന്നോട്ടെ, നമ്മുടെ ഏതെങ്കിലും ഫാമിലി ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാ പോരെ എന്നിങ്ങനെ പറയണ. അത് തന്നെ എന്ന് പറഞ്ഞിട്ട് നീതു നിൽക്കണം കേട്ടോ. രണ്ടും തല്ലു പിടിച്ചിട്ടാണല്ലോ എപ്പോഴും ഉള്ള സംസാരം. ഇപ്പൊ തല്ലു പിടിച്ചിട്ടാണ് ഈ നിക്കണ നിപ്പും. അങ്ങനെ ട്രാവലർ ഒക്കെ വന്ന് സെറ്റ്. അപ്പോഴേക്കും സുഭാഷ് വന്നിട്ട് പറഞ്ഞു, അഭിനാഷ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ സുഭാഷ് ചേട്ടാന്ന് സുധീഷും പറഞ്ഞു. അങ്ങനെ എല്ലാരും റെഡിയായി സെറ്റായി. നമ്മുടെ ലളിതയും ഗംഗാധരനും സുനന്ദയും ഒക്കെ വന്നിട്ടുണ്ട്. ഭാസ്കരന് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാരും കൂടെ വണ്ടിയിലോട്ട് കയറിയാണ്. വണ്ടി കയറി പോവാണ്. അപ്പൊ പെണ്ണിന്റെ വീടിന്റെ ഏകദേശം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു പന്തലോ, അതായത് ഒരു ഫംഗ്ഷൻ നടക്കുന്ന യാതൊരു സെറ്റപ്പും വീട്ടിലില്ല. കാരണം എന്ന് വെച്ചാൽ ഗേറ്റ് അടച്ചിട്ടേക്കുന്നു. അപ്പം ഭാസ്കരൻ ചോദിച്ചു, എടാ ഇത് തന്നെയല്ലേ പെണ്ണിന്റെ വീട്, ജയന്തിയോ എന്താ അങ്ങനെ കണ്ടല്ലോ പെണ്ണിന്റെ പേര്? ഗംഗാധരൻ പറഞ്ഞു, ആഹാ, വിവാഹ നിശ്ചയം നടക്കണ പെണ്ണിന്റെ വീട്ടിലാ. പെണ്ണിന്റെ വീട്ടിൽ ഗേറ്റും അടച്ച് അകത്തിരുന്ന് എന്ത് ചെയ്യാ? ഇതെന്താടാ സുഭാഷ് എന്ന് ഗംഗാധരനും ചോദിക്കുകയാണ്. അങ്ങനെ സുധീഷ് പറഞ്ഞു, അച്ഛാ നമുക്ക് നോക്കാം, ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവര് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും ലളിത പറഞ്ഞു, ചെറുക്കന്റെ വീട്ടുകാരെ പെണ്ണിന്റെ വീട്ടുകാര് അങ്ങോട്ട് സ്വീകരിച്ച് കയറ്റേണ്ടതാ. ഇതെന്താ ഇത്? ഗേറ്റും അടച്ച് കതവും അടച്ച് അവരെല്ലാരും അകത്തിരിക്കണം. അപ്പൊ സുധീഷും ഹരീഷും പറഞ്ഞു, വാ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഭാസ്കരൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇങ്ങനത്തെ ഒരു കുടുംബാണെന്ന്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അച്ഛ ഒന്ന് മിണ്ടാതിരിക്കേ, ആ നമുക്കൊന്ന് പോയി നോക്കാം, എന്താണ് അവിടുത്തെ പരിതസ്ഥിതി എന്നൊക്കെ നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ലളിത സുനന്ദയോട് പറയുന്നുണ്ട്, കണ്ടിടത്തോളം നല്ല ബെസ്റ്റ് കുടുംബം. ദേ, നാണം കെടുത്താനായിട്ടാണോ നീ എന്നെ ഏട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് സുനന്ദയുടെ അടുത്ത് ലളിത പതുക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പൊ നിധി ഇത് കേൾക്കുന്നുണ്ട്. നിധി മുഖത്തോട് പോകുന്ന നോക്കിയാണ്. അങ്ങനെ അവരെല്ലാവരും ഇറങ്ങി ചെന്ന് ബെല്ലടിച്ചു. അപ്പോ നമ്മുടെ പെണ്ണിന്റെ അച്ഛനാണ്, ജയന്തിയുടെ അച്ഛൻ വന്ന് ഡോറ് തുറക്കണം. അപ്പൊ അയാൾ പെട്ടെന്ന് അന്താളിച്ച് നിൽക്കുന്നു. കാരണം ഇവരൊന്നും ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. കാര്യം എന്ന് വെച്ചാൽ അവിടെ വേറെ ട്രാപ്പ് നടന്നൊക്കെയാ. അപ്പം സുധീഷ് പറഞ്ഞു, അല്ല ഇവിടെ വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളൊന്നും കാണില്ല. ഭാസ്കരൻ ചോദിച്ചു, ഇതെന്നെ നിങ്ങളെ ഒരു തയ്യാറെടുപ്പൊന്നുമില്ല? ഇന്നിവിടെ നിശ്ചയമായിട്ട് ഞങ്ങൾ വന്നിട്ട് ഞങ്ങളെ സ്വീകരിക്കാൻ പോലും ഇവിടെ ആൾക്കാരില്ലല്ലോ. അപ്പോഴേക്കും ജയന്തിയുടെ അച്ഛൻ അന്താളിച്ച് നിൽക്കുകയാണ്. ആ കാര്യം വേറെ വകുപ്പ് ഇവിടെ നടന്നൊക്കെയാണ്. അങ്ങനെ ജയന്തിയുടെ അച്ഛൻ, നിങ്ങളെല്ലാം അകത്തോട്ട് വാന്ന് പറയാണ്. അങ്ങനെ എല്ലാരും ചെന്നിരുന്നു. ലളിതയുടെ അമ്മ പറഞ്ഞു, സാധാരണ ചെറുക്കൻ കൂട്ടുകാരെ വന്നു കഴിഞ്ഞാൽ പെൺവീട്ടുകാര് സ്വീകരിച്ച് അകത്തിരുത്തേണ്ടതാണ് എന്നിങ്ങനെ ലളിതയും പറഞ്ഞു കേട്ടോ. ഭാസ്കരൻ ഇങ്ങനെ നോക്കി ഇരുന്നപ്പോ കാണാം ജയന്തിയും ജയന്തിയുടെ ചെറിയമ്മയും കൂടെ വരെയാണ്. ജയന്തി വീട്ടിൽ നിൽക്കുന്ന കോലം. അപ്പം ഭാസ്കരൻ സുഭാഷിനോട് ചോദിച്ചു, ഇതെന്താടാ ഈ നിശ്ചയത്തിനുള്ള പെണ്ണ് ഒന്നും ചെയ്യേണ്ടതേ വീട്ടിൽ നിൽക്കും പോലെ നിൽക്കുകയാണല്ലോ, ഇതെന്തൊക്കെയാടാ സുഭാഷ് എന്ന് ചോദിക്കുകയാണ്. അവർക്കൊന്നും മനസ്സിലായില്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. ഇതെന്താ ഇവിടെ നടക്കണേന്നോ ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല. അപ്പോഴാണ് ജയന്തിയുടെ ചെറിയമ്മയും അതുപോലെ ജയന്തിയുടെ അച്ഛനൊക്കെ പറഞ്ഞ്, അതെ, ബ്രോക്കർ പറഞ്ഞു കാണുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പൊ ഹരീഷ് ചോദിച്ചു, എന്ത് പറഞ്ഞു കാണുമെന്ന്? അല്ല, ഈ നിശ്ചയം നടക്കൂല എന്നുള്ള കാര്യം. എല്ലാരും ഒരു നിമിഷം ഞെട്ടിത്തിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുനന്ദ പറഞ്ഞു, സുനന്ദയല്ല, നമ്മുടെ ജയന്തി പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന്, ഞങ്ങളോട് ക്ഷമിക്കണം എന്തൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൂപ്പി പറയാണ്. അപ്പോഴേക്കും ഗംഗാധരൻ ചോദിച്ചു, ഇതെന്താണ് ചെറുക്കനെയും കൂട്ടരെയും വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ നാണം കെടുത്തണോ? ഭാസ്കരൻ വിട്ടുകൊടുക്കോ?
ഭാസ്കരൻ ചോദിച്ചു, ഇതെന്ത് പരിപാടിയാടോ താൻ ഈ കാണിക്കുന്നത്? ഞങ്ങൾ ഇത്രയും പേരും നിശ്ചയത്തിന്റെ സെറ്റപ്പും കാര്യങ്ങളായിട്ട് വന്നിട്ട് ഞങ്ങൾ അധിക്ഷേപിക്കും പോലെയാണോന്ന് നമ്മുടെ ഭാസ്കരനും ചോദിക്കുന്നത്. അപ്പോൾ ജയന്തിയുടെ അച്ഛൻ പറഞ്ഞു, അതൊന്നും അല്ല, ജയന്തിയുടെ ഡൈവേഴ്സിന്റെ കാര്യമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോഴേക്കും ഗംഗാധരനും സുനന്ദയും ലളിതയും ഡൈവോഴ്സോ? അപ്പൊ ഇത് രണ്ടാം ഘട്ടമാണോ? എന്താടാ സുഭാഷ് ഈ കേക്കണേക്കെ? ലളിത ചോദിക്കണം കേട്ടോ. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞ, ഈ നിക്കണ പെണ്ണിന്റെ അത് രണ്ടാം ഘട്ടാ. അപ്പൊ ഗംഗാധര അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയം ജയന്തിയുടെ അച്ഛൻ പറഞ്ഞു, ഇവളുടെ നിശ്ചയമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ആ ചെറുക്കൻ, അതായത് ആദ്യ ഭർത്താവിന്റെ വീട്ടുകാർ വന്ന് ഇവിടെ ഞങ്ങളുമായിട്ട് സംസാരിച്ചു. ഇവര് തമ്മിൽ ഇങ്ങനെ അകന്നു പോകണ്ട, അവരെ ഒരുമിപ്പിക്കാനുള്ള രീതി നമുക്ക് നോക്കാം, ഒരു കുടുംബമായിട്ട് പോകട്ടെ, ഇനിയെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ സന്തോഷത്തോടെ പോകട്ടെ എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുകയാണ്. അപ്പൊ എവക്കും ഇപ്പൊ സമ്മതമായി. അപ്പോഴേക്കും സുധീഷിനും ഹരീഷിനും കൂടെ ദേഷ്യം വന്നില്ല. നിങ്ങൾ എന്താ എന്റെ ഏട്ടനെ കളിയാക്കിയാണോ? സുധീഷ് ചോദിച്ചു, നിങ്ങൾ പരസ്പരം കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചില്ലേ? നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ എങ്കിലും ചെയ്യാൻ പറ്റിയില്ലായിരുന്നോ? അപ്പൊ ജയന്തി പറഞ്ഞു, സോറി, ക്ഷമിക്കണം, ബ്രോക്കർ പറഞ്ഞു കാണുമെന്നാ കരുതിയത്. എന്ത് പറഞ്ഞു കാണുമെന്ന്? ഒരു നിശ്ചയത്തിന് ഇത്രയും തയ്യാറായി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവഹേളിച്ച് വിടുന്നതിന് തുല്യല്ലേ? ഒരു മര്യാദ നിങ്ങൾക്ക് വേണ്ടേ? ജയന്തിയും ജയന്തിയുടെ അച്ഛനും ചെറിയമ്മയൊക്കെ മുഖത്തോടും മുഖം നോക്കണം. ഭാസ്കരനും ദേഷ്യം വന്നു. ഭാസ്കരനും വേണ്ടതൊക്കെ പറയണേ. ഗംഗാധര അതിനേക്കാളേറെ നല്ല ബെസ്റ്റ് കുടുംബം എവിടെ നിന്ന് കിട്ടിയടാ സുഭാഷ് നിനക്ക് ഇങ്ങനത്തെ? നിനക്ക് എന്റെ നാട്ടിൽ പെണ്ണില്ലാത്തോണ്ടാണോ ഈ രണ്ടാം കെട്ടുകാരിയെ കെട്ടാനായിട്ട് വന്നിക്കണത്? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാധരനെ ഒരു വശത്താക്കിയാണ്. ഗംഗാധരൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്ന വല്ലതൊക്കെ പറഞ്ഞു, ഞാൻ വണ്ടി ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ അവിടെ നിന്ന് ചാടി പിടിച്ച് എണീറ്റ് പോവാട്ടോ. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, ഇത് ഞാൻ ക്ഷമിക്കണ കേസില്ല, നിങ്ങൾ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ചതിനും തുല്യ. അപ്പോഴേക്കും ജയന്തിയുടെ അച്ഛൻ പറഞ്ഞു, ഒന്ന് ക്ഷമിക്കണം, ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. ജയന്തിയും പറയാനുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഭാസ്കരൻ അങ്ങോട്ട് ദേഷ്യ. ഭാസ്കരൻ അങ്ങോട്ട് അടിക്കാൻ തല്ലും കണക്കൊക്കെ എഴുന്നേക്കണം. അപ്പൊ സുഭാഷ് പറഞ്ഞു, അച്ഛാ ഒന്ന് മിണ്ടാതിരിക്കുക. എടാ നീ മിണ്ടാതിരിക്കടാ, നീ അല്ലേടാ ഇതൊക്കെ കൊണ്ടുവന്നത്? ഇതാണോടാ നീ കൊണ്ടുവന്നത്? അവൻ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കണോ എന്ന് പറഞ്ഞു. ലളിത ഈ സമയം സുനന്ദേനെ അവിടെ കിടന്ന് കൊന്നുകൊണ്ടിരിക്കുന്നു. മതിയായല്ലോടി എന്നെ ഏട്ടനെ നാണം കെടുത്തിട്ട്, നീ ഒറ്റ ഒരുത്തി കാരണം ഈ ഒരു നാണക്കേട് വന്നത്. നല്ല ബെസ്റ്റ് കുടുംബം, അതിന് പറ്റിയ വേറൊരു കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ലളിതയും കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുഭാഷിനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നിധിയും സുധീഷൊക്കെ സുഭാഷിനെ നോക്കിയിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യണേ? എന്തായാലും സുഭാഷ് ഏട്ടൻ വലിയ പ്രതീക്ഷയോടെ വന്നേണ്. അവിനാശ് പോലും ഒരു നിമിഷം വല്ലാണ്ടായിപ്പോയി സുഭാഷിന്റെ മുഖം പാടിയത് കണ്ടിട്ട്. അങ്ങനെ അവരവിടെ നിന്ന് പോകണം. അപ്പോഴേക്കും നമ്മുടെ ജയന്തിയുടെ അച്ഛൻ പറഞ്ഞു, നിങ്ങളെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നിങ്ങൾ ഇവിടെ നിന്ന് പോണം. അപ്പോഴേക്കും ഭാസ്കർ എഴുന്നേറ്റ് പറഞ്ഞു, എടോ ഞങ്ങൾ അതിനിവിടെ പൊറുതിക്ക് വന്നേയല്ല, തന്റെ സദ്യ തിന്നാനോ ഒന്നിനും വന്നേയല്ല. ദേ മേലിൽ ഇതുപോലെയുള്ള കാണിച്ചിട്ടുണ്ടല്ലോ, നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ അങ്ങോട്ട് ആക്കിയാണ്. അവസാനം എല്ലാരും കൂടെ പിടിച്ചു പോകണം. ഈ സമയം സുധീഷ് പറഞ്ഞു, ഇതിനൊക്കെ ഞങ്ങൾ തരുന്നുണ്ട്, ഒരു മര്യാദ വേണം. നിങ്ങളെല്ലാം ജയന്തിയുടെ അടുത്താ പറഞ്ഞത് കേട്ടോ. ഹരീഷും പറഞ്ഞു, എന്റെ ഏട്ടനെ വിളിച്ച് നിങ്ങൾ എല്ലാം സംസാരിച്ച് നിങ്ങൾ പരസ്പരം എല്ലാം പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങൾ. നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ എന്റെ ചേട്ടനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ജയിക്കാനായിട്ടായിരുന്നു അല്ലെ ഈ ഒരു പരിപാടി നിങ്ങൾ സെറ്റ് ചെയ്തതെന്നും പറഞ്ഞ് ഹരീഷ് ജയന്തിയുടെ നേരെ ചാടാനായിട്ടോ. അവസാനം നിധി പറഞ്ഞു, നമുക്ക് പോവാം, ഇനി ഇവിടെ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് നിധിയും നീതും കൂടെ ഒക്കെ പോവേണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പ്രശ്നമാവും, അവിടെ നിന്ന് കഴിഞ്ഞാൽ വേറെ ലെവലാവും. അങ്ങനെ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവേണ് കേട്ടോ. അങ്ങനെ ഇറങ്ങി ആ വരുന്ന സമയത്ത് എല്ലാരും വണ്ടി കയറിയാണ്. ഭാസ്കരൻ പറഞ്ഞു, ഇത്രയും നാണക്കേട് ഇതുവരെ വരുത്തി വെച്ചിട്ടില്ല, ഇതെല്ലാം നീ കാരണമെന്നും പറഞ്ഞ് കയറിയാണ്. അങ്ങനെ വണ്ടി കയറി ഇരുന്നിട്ട് ഗംഗാധരനും വിട്ടുകൊടുക്കോ? ഓ എന്ത് നല്ല കുടുംബം, നീ ഒറ്റ ഒരുത്തി കാരണമാ സുനന്ദ ഈ നാണക്കേട് വന്നത്, മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നതെന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, ആരെങ്കിലും എഴുന്നള്ളിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നോ എന്ന് പറഞ്ഞു. അവസാനം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണ്, എല്ലാരും കൂടെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ പോണ വഴി ഭാസ്കരനും ഗംഗാധരനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കായി. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, ദേ എവരെ ഇവിടെ ഇപ്പൊ ഇറക്കി വിട്ടോണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, എടാ വണ്ടി നിർത്തറോ, തന്റെ ഈ വണ്ടിയിൽ ഞങ്ങൾ വരണതുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ലളിതേനെ സുനന്ദേനെ ആ വഴിയിൽ തന്നെ ഇറക്കിയിട്ട് ഭാസ്കരൻ പറഞ്ഞു, പൊക്കോളാം. അപ്പൊ സുഭാഷും സുധീഷും പറഞ്ഞു, അമ്മവ കേറ്, വഴിയിൽ ഇറങ്ങണ്ട, നമുക്ക് വീട്ടിലോട്ട് പോവാം, നിന്റെ വണ്ടിയിലും കയറണ്ട, നിന്റെ ഒരു ഇതിലും പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് അവിടെ നിന്ന് നടന്നു പോവാനുണ്ട്. അങ്ങനെ ഭാസ്കരൻ പറഞ്ഞു, വണ്ടി വിടറോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാരും കൂടെ കിളിക്കൂട്ടിലോട്ട് വരേണട്ടോ. എല്ലാവർക്കും ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി, മൊത്തത്തിലൊരു എന്തോ പോലെ ഒരു ബുദ്ധിമുട്ടായി പോയിട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ നീതുവിന്റെ കാര്യത്തിൽ ഹരീഷിന് ടെൻഷനാണ്. കാരണം ഇവള് വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത്? അപ്പൊ നീതുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നീതു പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞിട്ടാ പോകുന്നത്, സുഭാഷ് ചേട്ടന്റെ നിശ്ചയത്തിന് പോകുന്നത്. ഓ നീ എനക്ക് എന്ത് ധൈര്യം ഇരുന്നിട്ടാടി നീ ഇങ്ങനെ പോണത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് പറയണം കേട്ടോ. അങ്ങനെ ഒടുവില് നമ്മുടെ സുഭാഷിന്റെ കല്യാണ നിശ്ചയം മുടങ്ങിയിട്ട് അവരെല്ലാരും തിരിച്ച് വീട്ടിലോട്ട് വരെയാണ്.
എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിനാശിനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം സുഭാഷ് ചേട്ടന്റെ നിശ്ചയം അത് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ടല്ലേ അവരെല്ലാരും വന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ എത്തിപ്പറ്റുമെന്ന് ആരും കരുതിയില്ല. അങ്ങനെ എല്ലാരും സങ്കടത്തോടു കൂടി തിരിച്ച് കിളിക്കൂട്ടിലെത്തുന്ന ഒരു വിശേഷമാണ് നാളത്തെ പ്രൊമോയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേൾക്കുക. കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.